ഇതെന്തിനാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇത് നോക്കിയിരിക്കുകയാണല്ലോ. ഇനി അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ എന്നിട്ട് വന്നേ. आपकी बेटी है? हाँ। बहुत सुंदर है. അതിന് अल्लाह अच्छन को इतना सौंदर्य है तो मोलम सुंदरी होगी. പണിയെടുക്കട്ടെ പണിയെടുക്കട്ടെ. ഓടാ. വളവ് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കേട്ടാ. വളച്ചോളോ ഇങ്ങനെ പോരട്ടെ. ആ ഓക്കെ. ഇതിനാണ് മോളെ കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാലേ പേരൻസിനാണ് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ടാ. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി. മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക. അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ ഇവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ അപ്പോ ദേ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ. ഞാൻ നടന്നു പോയിക്കോളാം. കേറാനല്ലേ പറഞ്ഞത്? ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യണ്ട അപ്പൂ. ഈ ടീനേജ് എന്ന് പറയുന്നതേ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്ന പ്രായമാണ്. അനാവശ്യമായിട്ടുള്ള വാശിയും അനുസരണക്കേടൊക്കെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് പോലും നിന്നെ തിരുത്താൻ പറ്റാണ്ടാവും. അച്ഛനോട് വരുന്നവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.